അയ്യപ്പ ശരണം. ഭാരതം എപ്പോഴും വിശ്വാസത്തെ അല്ലെങ്കിൽ ഭക്തിയെ അവനവൻ്റെ ചൈതന്യത്തിനനുസരിച്ച് അവനവൻ്റെ ചിന്തകൾക്കനുസരിച്ച് ക്രമീകരിച്ചെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വേട്ടക്കാരനായ കണ്ണപ്പന് വേട്ടയാടിയ മാംസവും വായിൽ കരുതിയ ജലവും കൊണ്ട് മഹാദേവൻ അഭിഷേകം ചെയ്യാനായത്. അത്തരം സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പുസ്തകത്തെയോ അല്ലെങ്കിൽ മുന്നേ നടന്ന ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ല ഹിന്ദു മതം അല്ലെങ്കിൽ ഹിന്ദു ആചാരങ്ങൾ സംസ്കാരങ്ങൾ പിന്തുടർന്നു പോരുന്നത്. അവനവൻ തന്നെ അന്വേഷിച്ച് കണ്ടെത്തുന്ന അല്ലെങ്കിൽ അവനവൻ്റെ തന്നെ അനുഭവത്തിലൂടെ അറിയുന്ന ആധ്യാത്മികത, ആ ചൈതന്യമാണ് ഓരോ ഹിന്ദുവിലും നിറഞ്ഞു നിൽക്കുന്നത്, അല്ലെങ്കിൽ ഓരോ ഭാരതീയനിലും നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് എടുത്തു പറയാം. അങ്ങനെ പറയാനൊരു കാരണവുമുണ്ട്. പക്ഷേ അങ്ങനെ ഒരു തീരുമാനം ഈ കാലഘട്ടത്തിൽ പറയുമ്പോൾ അത് നമുക്ക് ചില ആശങ്കകൾ നൽകുന്നുണ്ട്, അല്ലെങ്കിൽ ബദൽ സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഊന്നി പറയുന്നുണ്ട്. ഇന്നത്തെ ചർച്ച ആ ഒരു വിഷയത്തിലേക്കാണ് ചെല്ലുന്നത്. ഈ ഒരു വിഷയം പറയുമ്പോൾ നേരെ ആദ്യം തന്നെ ശ്രീമതി ഉമാ ജയകുമാറിലേക്കാണ് വരുന്നത്. അത് പറയാനൊരു കാരണം അവിടെ നേരത്തെ പറയേണ്ടായി, നമ്മുടെ ഉത്തരം നമ്മൾ തന്നെ കണ്ടെത്തിയാൽ ഇത്തരം ചർച്ചകളുടെ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ബഹളത്തിൻ്റെ കോലാഹലത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയണ്ടായി. പക്ഷേ ഇതിന് മറ്റൊരു കാര്യം പറയുകയാണ്. ഇപ്പോൾ ഒരു ഗ്രാമം, ഒരു ഏകദേശം ഒരു ഉദാഹരണത്തിന് പറയുകയാണ്, ഒരു ഗ്രാമത്തിൽ വളരുന്ന സാധാരണക്കാരിയായ ഒരു സ്ത്രീ, ആ സ്ത്രീ കേട്ട് വളരുന്ന സങ്കല്പങ്ങളിൽ തൊട്ടടുത്ത അമ്പലത്തിൽ പ്രഭാതങ്ങളിൽ വെക്കുന്ന പ്രാർത്ഥനാഗീതങ്ങൾ, മഹാദേവനാണ് അവിടെ സാന്നിധ്യമാകുന്നത്. അവിടെ വെക്കുന്ന പ്രാർത്ഥനാഗീതത്തിൽ ആദ്യം കേൾക്കുന്നത് ഉമയറിയാതെ ഗംഗയ്ക്ക് ഒളിസേവ ചെയ്ത മുക്കണ്ണ എന്ന് വിളിക്കുന്ന മഹാദേവനെയാണ് കേൾക്കുന്നത്. കേട്ടാണ് ആരാധിക്കുന്നത്. ആ മുക്കണ്ണനെയാണ് പോയി പ്രാർത്ഥിക്കുന്നത്. ഇതുപോലെ തന്നെ മതപാഠശാലകളിലോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തോ 16,008 ഭാര്യമാരുള്ള ശ്രീകൃഷ്ണനെ കുറിച്ച് പറഞ്ഞു തരുന്ന ഒരാൾ, ഒരു വഷളും ചിരിയോടുകൂടി പറയുന്ന ഒരാളെയും ഈ കുട്ടി കാണുന്നെന്ന് വിചാരിക്കും. അങ്ങനെ വളർന്നു വരുന്ന ധർമ്മത്തിൽ നിന്നാണ് ഈ കുട്ടി ഓരോന്നായിട്ട് മനസ്സിലാക്കി വരുന്നത്. അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് ഇന്നിപ്പോൾ ശബരിമല പോലുള്ള ഒരു വിഷയത്തിലേക്ക് വന്ന് നിൽക്കുമ്പോൾ ചോദ്യങ്ങൾ പലതായി വരും. ഉത്തരം പറഞ്ഞു കൊടുക്കാൻ പ്രാപ്തമായ ഒരു എതിർവിഭാഗം ഇവിടെ ഇല്ല. ചോദ്യങ്ങൾ മാത്രം ഉണ്ടാവുകയും ചോദ്യങ്ങൾ അങ്ങനെ തന്നെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഉത്തരത്തിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നൊരു സാഹചര്യത്തിൽ നമ്മൾ മാത്രം ഉത്തരം കണ്ടെത്തി മിണ്ടാതിരുന്നാൽ മതിയാകുമോ? തീർച്ചയായിട്ടും ഇല്ല. ഇപ്പോൾ ഇതിന് മോചിത ചോദിച്ചതിന് എൻ്റെ കാഴ്ചപ്പാട് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ ഒരു ജീവൻ ഈ ഭൂമിയിൽ വരുന്നത് യാദൃച്ഛികമല്ല, ഒരു ജീവൻ്റെ തുടർച്ചയാണ് യാത്ര. ഈ പറയുന്ന അമ്പലത്തിലെ ക്ഷേത്രത്തിലെ പാട്ട് കേട്ട് വളർന്ന, എന്താ പറയുക, അവിടുത്തെ കഥകൾ കേട്ട് വളർന്ന ഒരു ജീവനാണ് ജന്മാന്തര യാത്രയിലൂടെ പല പടികൾ കയറി തൻ്റെ ആത്മസിദ്ധിക്ക് വേണ്ടിയിട്ടുള്ള യാത്രയിൽ എത്തിച്ചേരുന്നത്. ഇല്ലേ? എല്ലാവർക്കും ഒരു പടി ചവിട്ടി മാത്രമേ അടുത്ത പടിയിലോട്ട് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ ആ ഒരു തലത്തിൽ നിൽക്കുന്ന വ്യക്തി തൻ്റെ ജീവിത യാത്രയിലെ ജന്മങ്ങൾ, ഇത് അനേക കോടി ജന്മങ്ങളുടെ കാര്യമാണ്. വൃക്ഷലതാദികളായും മൃഗാദികളായും ജീവിച്ച ഒരു ജീവന് ഒരു മനുഷ്യജന്മം കിട്ടുമ്പോൾ ഉടനെ തന്നെ ആത്മജ്ഞാനം കിട്ടണമെന്നില്ല. അത് ഒരു പതനമാണ്. പാപപുണ്യങ്ങളുടെ ഒരു മിതത്വം വരുമ്പോഴാണ് മനുഷ്യജന്മം. അതിൽ നമുക്ക് ഉയരാം, അതിൽ നിന്ന് നമുക്ക് താഴോട്ട് പതിക്കാം. അപ്പോൾ നമ്മുടെ ജീവിതം നമ്മൾ എങ്ങനെ അത് ഉപയോഗിക്കുന്നു, എല്ലാം ഈ പറഞ്ഞ പോലെ ഒരു ജന്മത്തിൽ ചിലപ്പോൾ ക്ഷേത്രങ്ങളായിരിക്കും. ക്ഷേത്രം ഒരിക്കലും ക്ഷേത്രത്തിന് ഇതായിട്ടല്ല ഞാൻ പറയുന്നത്, വിരുദ്ധമായിട്ടല്ല. ക്ഷേത്രം വേണം, ക്ഷേത്ര സങ്കല്പം വേണം. ആ സങ്കല്പത്തിൽ നിന്ന് പക്ഷേ യാത്രയിൽ നമുക്ക് ഉയരാൻ പറ്റണം. ആ ഉയരാൻ പറ്റുന്നത് ദൈവകൃപ കൊണ്ടും നമ്മുടെ ആ ഒരു സ്വന്തമായിട്ടുള്ള നമ്മുടെ ആത്മജ്ഞാനം ലഭിക്കണമെന്നുള്ള തൃഷ്ണ കൊണ്ടുമാണ്. ഇല്ലേ? ഇപ്പോൾ നമ്മൾ ശരിക്കും തന്ത്രശാസ്ത്രം എന്ന് ഇവിടെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു. എന്താണ് തന്ത്രശാസ്ത്രം എന്ന് ശരിക്കും പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളിലുണ്ട് അയ്യൻ പുനേനിലും ആദിത്യനിലും അണുകൃമികളിലുമുണ്ട് അതിൻ പ്രതിസ്ഫുരണം. ഏതിൻ്റെ പ്രതിസ്ഫുരണം? എന്താണ് നമ്മുടെ ഉള്ളിൽ ആ ചൈതന്യമായിട്ടിരിക്കുന്നത്? ആ ചൈതന്യത്തെ എൻ്റെ ഈ യാത്ര എന്ന് അവസാനിക്കും? എൻ്റെ സുഖദുഃഖങ്ങൾക്ക് എന്താണ് കാരണം? ഒരു വ്യക്തി തൻ്റെ യാത്രയിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ, ഏത് ഉന്നതനോ ഏത് ധനികനോ ഏത് സമ്പന്നനോ ആയിക്കോട്ടെ, ജീവിതയാത്രയിൽ ഒരിക്കൽ പോലും, അതായത് തൻ്റെ വ്യക്തി നഷ്ടങ്ങളാകാം, തൻ്റെ അടുത്തുള്ള ജനങ്ങളുടെ വിയോഗങ്ങളായിരിക്കാം, ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഈ ചിന്ത, എനിക്ക് എന്തുകൊണ്ട് ദുഃഖങ്ങൾ വരുന്നു, ഈ സുഖം ശാശ്വതമാണോ, ഈ ഒരു ചോദ്യം വരുന്ന ഒരു വ്യക്തിക്കാണ് ജ്ഞാനത്തിനുള്ള യാത്രയ്ക്കുള്ള ആദ്യത്തെ, എന്താ പറയുക, ഒരു ഡിഗ്രി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതൊരു യാത്രയാണ്, കണ്ടെത്തലുകളാണ്, അനുഭവങ്ങളിലൂടെ ഉള്ളൊരു യാത്ര. ഇല്ലേ? അപ്പോൾ ഈ തൻ്റെ ആത്മശക്തിയെ മനസ്സിലാക്കാൻ ആ ശബരിമലയിലിരിക്കുന്ന മഹാചൈതന്യം, നമുക്ക് ശബരിമല എന്ന് പറയുമ്പോൾ തന്നെ ശബരി, ആരായിരുന്നു ശബരി? ത്രേതായുഗത്തിൽ രാമനെ കാത്തുനിന്ന് തൻ്റെ ശരീരം ഉപേക്ഷിക്കാൻ രാമപാദത്തിൽ തൻ്റെ വളരെ അജ്ഞാനത്തിൽ ഒരു കാട്ടാള സ്ത്രീയായിരുന്ന ശബരി ആ മതംഗ മുനിയുടെ ആശ്രമത്തിൽ ജോലികൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി,
ആ മുനി ആരാണ്? നമുക്ക് എല്ലാ കേരളത്തിലെ ഓരോന്നിനും ഒരു പൈതൃകമുണ്ട്. മതംഗമുനി എന്ന് പറഞ്ഞാൽ മാതംഗി ദേവിയെ തൻ്റെ പുത്രിയായിട്ട് തപസ് കൊണ്ട് ലഭിച്ച ആളാണ് മതംഗമുനി. അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ താമസിച്ചിരുന്ന ശബരി, ആ ശബരിയുടെ നാമത്തിലാണ് ശബരിമല അറിയപ്പെടുന്നത്. ആ തപസ്സിൻ്റെ ഇല്ലേ എല്ലാത്തിൻ്റെയും പുറകിൽ നമുക്ക് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തിയുടെ തപസ് കാണാം. അപ്പോൾ എവിടെയാണ് ഇത് തുടങ്ങുന്നത്? തന്ത്രം എവിടെയാണ് തുടങ്ങുന്നത്? തനു വിസ്ത്യാരതേ അനേന ഇതി തന്ത്ര, ശരീരത്തിൽ നിന്ന് തുടങ്ങുന്ന ശക്തി അത് വ്യാപിച്ച് നിൽക്കുന്നു. എപ്പോഴും ഈ ശക്തി തന്നെയാണ് വ്യാപന ശക്തി എന്ന് ഒരു വ്യക്തിക്ക് മനസ്സിലായ ഈ ചർച്ചകളുടെ ആവശ്യമില്ല. ആ തത്വമസി മഹാവാക്യം ഒരു പ്രാവശ്യം ഈ പറഞ്ഞ 41 ദിവസത്തെ വ്രതത്തിലൂടെ തൻ്റെ മനസ്സ്, വാക്ക്, ചിന്ത, പ്രവൃത്തി ഇത് മൂന്നും ഒരു പാരൽ ലൈനിൽ നിൽക്കുന്ന വ്യക്തിക്ക് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ഒരു വാക്കാണ് തത് ത്വം അസി എന്നുള്ളത്. അത് നീ ആകുന്നു. അപ്പോൾ അവിടെ ചെന്ന് ഈ അദ്ദേഹത്തിൻ്റെ ആ സന്ദേശം, ശബരീശൻ്റെ സന്ദേശം കേൾക്കുമ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലാകുന്നു അഹം ബ്രഹ്മാസ്മി. അപ്പോൾ അവിടെ നമുക്ക് വേറെ ചോദ്യങ്ങളില്ല. ഇതിലോട്ടുള്ള യാത്ര എല്ലാവരും ഒരു ജന്മത്തിൽ അത് ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ അത് നമുക്ക് ആ യാത്ര തുടങ്ങണം. ഭാരതത്തിൻ്റെ പൈതൃകം നമ്മൾ മനസ്സിലാക്കി ആ പൈതൃകത്തിലോട്ടുള്ള ചെറിയ കാൽവയ്പ്, ആ നമ്മുടെ ചോദ്യങ്ങൾക്കുത്തരം നമുക്ക് തരാൻ ഒരു നല്ല ശാസ്ത്രം നമുക്കുണ്ട്. ആ ശാസ്ത്ര പഠനം അതാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ചർച്ചകൾ ഈ പറഞ്ഞ പോലെ ഈ എന്താ പറയുക ഒരുപാട് പേർക്ക് ദുഃഖങ്ങൾ ഈ നൽകുന്നുണ്ട്. സ്ത്രീകളെ അവിടെ വേദനിപ്പിക്കുന്നു. ഈ സ്ത്രീകളുടെ ഒരുപാട് പ്രൈവറ്റായിട്ടുള്ള ഇതൊക്കെ ചർച്ച ചെയ്യുന്നതിന് പകരം എന്താണ് ആ തത്വം എന്ന് ബോധിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ പലർക്കും ചോദ്യം ഉണ്ടായെടുത്ത് തന്നെ ഇത് അസ്തമിക്കുന്നത് നമുക്ക് കാണാം, ഇല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഞാൻ പറയുന്ന ശബരിമലയിൽ ഇരിക്കുന്ന ആചാരങ്ങളെ മാത്രം ശ്രദ്ധിച്ചാൽ മാലയിടയൽ എന്താണ്? മാലയിടയൽ തൻ്റെ ആ അഹംബോധത്തിൽ തപശ്ചര്യയിലിരിക്കുന്ന അത് താൻ മാലയിട്ട് കഴിഞ്ഞ് 41 ദിവസം അതാണെന്നുള്ള ബോധം, താനൊരു സാമാന്യ വ്യക്തിയല്ല, തനിക്ക് സ്വാമി എന്നാണ് വിളിക്കുന്നത്, അയ്യപ്പ എന്നാണ് വിളിക്കുന്നത്. അപ്പം തനിക്ക് ആ ഒരു ബോധത്തിലോട്ട് മാറാൻ പറ്റും. ഒരു 41 ദിവസത്തേക്കിനും ആ ചിന്ത മനസ്സിലുണ്ടാകുമ്പോൾ 21 ദിവസം തന്നെ നമുക്കൊരു ചര്യയായിട്ട് മാറും. 41 ദിവസം അത് വിട്ട് കഴിഞ്ഞാലും ശബരിമല ദർശനത്തിന് ശേഷവും ആ ഒരു ബോധം നമ്മുടെ ഉള്ളിലുണ്ട്. അതാണ് മുദ്രമാല ധാരണം. അത് കഴിഞ്ഞ് എന്തുകൊണ്ട് കറുപ്പ് വസ്ത്രം ധരിക്കുന്നു? ഈ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെട്ട അവസ്ഥ. ത്രേതായുഗത്തിൽ നിന്ന് കലിയുഗത്തിലെത്തി നിൽക്കുന്നു. കലി ബാധിച്ച അവസരത്തിൽ നമുക്ക് ഗുണങ്ങളില്ല. എന്താണോ സ്വത്വഗുണ പ്രധാനമായിട്ടുള്ള ഒരു വസ്തു 7 നിറങ്ങളെയും പ്രദർശിപ്പിക്കുന്നത്, പക്ഷേ കറുപ്പ് എല്ലാം ആഗീരണം ചെയ്യുന്നു. എന്തോ ഒരു കുറവ് നമ്മളിലുണ്ട്. നാം നമ്മളെ അറിയാൻ ശ്രമിക്കുന്നില്ല. ആ കറുപ്പ് വസ്ത്രം അണിഞ്ഞ് ഒരു ഗുരുസ്വാമിയുടെ ആരാണ് ഗുരു? തനിക്ക് തൻ്റെ പാദങ്ങൾ വീണ് എന്തുകൊണ്ട് ഗുരുവിനെ വന്ദിക്കുന്നു? ആ പാദപത്മങ്ങളെ ഞാൻ പിന്തുടരാം എന്നുള്ള ആ ഒരു ആത്മജ്ഞാനം നൽകുന്ന ഞാൻ ആരാണ് എന്നുള്ള ബോധം നൽകുന്ന ഗുരു. ആ 18 മല ചവിട്ടിയ ഒരാളായിരിക്കണം ഗുരുസ്വാമി എന്ന് പറയാറുണ്ട്. എന്താണ് 18 തത്വങ്ങൾ മനസ്സിലാക്കി ഈ നമ്മുടെ സൃഷ്ടപ്രപഞ്ചത്തിലെ വ്യക്തി ശരീരം എങ്ങനെ വന്നു? ഇതിനകത്തിരിക്കുന്ന ചൈതന്യം എന്ത്? ഒരു കാറും ഡ്രൈവറും തമ്മിലുള്ള വ്യത്യാസം. ഡ്രൈവർ ടോട്ടലി കാർ ഉപയോഗിക്കുന്നു, ആവശ്യം കഴിയുമ്പോൾ ആ കാറ് ഉപേക്ഷിച്ച് യാത്രയാവുന്നു. അപ്പോൾ ഡ്രൈവറുടെ സ്ഥാനം ഇത് ശരീരവുമായിട്ട് ബന്ധമല്ല. ദേഹി വേറെയാണ്. ദേഹം നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ആ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ശരീരം, ആ ഭൂതനാഥനായിരിക്കുന്ന 5 ചക്രങ്ങളും ഇദ്ദേഹം പറഞ്ഞ പോലെ സഹസ്രാര പത്മത്തിലെ അനുഭവമാണ്. ആ അനുഭവത്തിലോട്ട് ആ അനുഭൂതിയിൽ എത്തണമെങ്കിൽ യാത്ര ചെയ്യണ്ടേ? നമ്മുടെ പൈതൃകം തപസ്സാണ്, കോൺസെൻട്രേഷനാണ്, ആ ചിന്തകളാണ്. അവിടെയാണ് നമുക്ക് സത്യത്തെ വെളിവാകുന്നത്. ഈ 5 ആധാര ചക്രങ്ങളിലൂടെ യാത്രയിൽ ആജ്ഞാചക്രത്തിലെത്തുന്ന ജീവൻ മനസ്സിലാക്കുന്നു തത്വമസി, ആ ഭൂതനാഥൻ, 5 ഭൂതങ്ങളുടെയും നാഥനായിരിക്കുന്ന സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ ആ സൃഷ്ടി നടക്കുന്ന ആ പ്രപഞ്ച ചൈതന്യം ഒരു എന്താ പറയുക മാളികപ്പുറത്ത് അമ്മയെന്ന പ്രകൃതിയിലൂടെ മാത്രമേ പുരുഷന് വ്യക്തതയുള്ളൂ. ആ തത്വത്തെ മനസ്സിലാക്കി തന്നെ മാളികപ്പുറത്തെ ഇപ്പുറത്ത് വെച്ച് ജീവിക്കുന്ന ആ മഹാശക്തിയെ ഈ സയൻറ്റിഫിക്കായിട്ട്, അതായത് തത്വബോധത്തിലൂടെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ചോദ്യങ്ങളൊന്നും എന്താ പറയുക ബാലിശമായിട്ടുള്ള ചോദ്യങ്ങളായിട്ട് മനസ്സിലാവും. എല്ലാവരും ആ തലത്തിലെത്തി ഞാൻ പറയുന്നത് അമ്പലം തന്നെയാണ് ആദ്യത്തെ പടിയിലൂടെ മാത്രമേ നമുക്ക് അവസാനത്തെ പടിയിൽ എത്താൻ പറ്റുള്ളൂ. ഇതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അയ്യപ്പ ശരണം. തത്വബോധത്തിലൂടെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ചോദ്യങ്ങളൊന്നും എന്താ പറയുക ബാലിശമായിട്ടുള്ള ചോദ്യങ്ങളായിട്ട് മനസ്സിലാവും. എല്ലാവരും ആ തലത്തിലെത്തി ഞാൻ പറയുന്നത് അമ്പലം തന്നെയാണ് ആദ്യത്തെ പടിയിലൂടെ മാത്രമേ നമുക്ക് അവസാനത്തെ പടിയിൽ എത്താൻ പറ്റുള്ളൂ. ഇതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ചേച്ചി സൂചിപ്പിച്ചതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇത് അനുഭൂതിയുടെ തലമാണ്. ഈ അനുഭൂതിയുടെ തലമല്ല സാധാരണക്കാരനായ ഭക്തൻ്റെ തലം, പ്രാർത്ഥനയുടെ തലമാണ്. മുഴുക്കുളം കച്ചം പരിശോധിക്കണം. മുഴുക്കുളം ക്ഷേത്രത്തിലെ കച്ചമാണ്. കച്ചമെന്ന് പറഞ്ഞാൽ അവിടുത്തെ സാമാന്യമായ നിയമങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് തയ്യാറാക്കിയതാണ്. അപ്പോൾ മുഴുക്കുളം കച്ചം, അതിൽ 1-ാം കച്ചം കൈകാര്യം ചെയ്യുന്നത് കേരളത്തിലെ അക്കാലത്തെ ക്ഷേത്രഭരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പോൾ ആര്യന്മാർ, സഭയാര്യന്മാർ, മുതുവാളന്മാർ തുടങ്ങിയിട്ടുള്ള ഒരു ക്രമീകരണമുണ്ട്. അപ്പോൾ കേരളത്തിൽ തന്നെ
പഴയ കാലം മുതൽ തന്നെ പരിശോധിച്ച് നോക്കിയാൽ ഇത്തരത്തിലുള്ള ശക്തമായ രാഷ്ട്രീയ പോരാട്ടങ്ങൾ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. പടയോട്ടങ്ങളും വിഗ്രഹത്തെ തന്നെ തച്ചുടയ്ക്കുന്ന രീതിയിലുള്ള, അപ്പൊ അത്തരം ചരിത്രങ്ങൾ നമ്മൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്നു എന്നാണോ ഇപ്പൊ? തീർച്ചയായിട്ടും ഒരു കാര്യമുണ്ട്. വടക്കേ ഇന്ത്യയുടെ ഒരു കാര്യം കൂടെ പറയേണ്ടി വരും. തെക്കേ ഇന്ത്യയിൽ അത്രമാത്രം ശക്തമായി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് തള്ളിക്കയറി വന്ന വൈദേശിക അധിനിവേശത്തിൻ്റെ ശക്തികൾ നമ്മുടെ മഹാക്ഷേത്രങ്ങളെ തല്ലി തകർക്കാൻ ഒരുമ്പെട്ടപ്പോൾ അവിടെ ലക്ഷക്കണക്കിന് ഭക്തന്മാർ തിങ്ങിക്കൂടുന്ന ക്ഷേത്രാങ്കണത്തിലേക്ക് വെറും 7000 പേര് മാത്രം വരുന്ന കുതിരപ്പടയാളികളുടെ നേതൃത്വത്തിൽ ഒരു ഇസ്ലാമിക പടപ്പാച്ചിലുണ്ടായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ ഒന്നായി ഒന്ന് കാർക്കിച്ചു തുപ്പിയിരുന്നെങ്കിൽ ആ മലിനജലപ്രവാഹത്തിൽ ഒലിച്ചു പോകുമായിരുന്നു ആ പടയാളികൾ എന്ന് എഴുതിയിട്ടുള്ള ചിത്രകാരന്മാരുണ്ട്. അപ്പോൾ പ്രതിരോധിക്കാനാവാതെ എല്ലാം ഭഗവാൻ ചെയ്തുകൊള്ളും. അതുകൊണ്ട് തെരുവിലിറങ്ങി ഒന്നും പറയണ്ട എന്ന് പറഞ്ഞാൽ ഒരു കാര്യവുമില്ല. തെരുവിലിറങ്ങി വേണമെങ്കിൽ പറയണം, തെരുവിന് അപ്പുറത്തേക്ക് പോകണമെങ്കിൽ പോകണം. ഭരണാധികാര കേന്ദ്രങ്ങളെ വളഞ്ഞിട്ട് ഭക്തൻ അവൻ്റെ ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും ശക്തി തെളിയിക്കുകയും അവൻ അതിനായി പോരാടാൻ ഒരുങ്ങുകയും ചെയ്യുന്നില്ലെങ്കിൽ ഈ ഹൈന്ദവ സമൂഹം ചെന്ന് പതിക്കാൻ പോകുന്നത് ഭീകരമായ അഗ്നിനാളങ്ങളിലായിരിക്കും, വെന്ത് വെണ്ണീറായി പോകും. അതുകൊണ്ട് അങ്ങനെ പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തൻ്റെ ഹൃദയത്തിലേക്ക്, ഈശ്വര സർവഭൂതാനാം ഹൃദയേശേ അർജുന തിഷ്ഠതി എന്ന് പറഞ്ഞതായി സാറ് പറയുകയുണ്ടായല്ലോ, ഹൃദയത്തിലിരിക്കുന്ന ഭഗവാനെ ആ ഹൃദയത്തിൽ ഉറപ്പിച്ച് നിർത്തിക്കൊണ്ട് പുറത്തുള്ള ജനതയാകുന്ന ഭഗവാനെ അഥവാ വിരാടിനെ വിളിച്ചുണർത്തുക എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ കുട്ടിക്കാലത്തെ നേരത്തെ ഞാൻ പറഞ്ഞു, അയ്യപ്പസ്വാമി എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ കുടികൊള്ളുന്ന ചൈതന്യമാണ്. ദിവസവും അയ്യപ്പനെയാണ് ഞാൻ തൊഴുന്നത്. ഞങ്ങളുടെ അമ്പലത്തിൽ അയ്യപ്പനാണ് പ്രതിഷ്ഠ. ഉപാസകയാണ് ഞാൻ. എനിക്ക് എന്തുണ്ടെങ്കിലും എൻ്റെ അയ്യപ്പ എന്നേ ഞാൻ ഇന്നോളം പറഞ്ഞിട്ടുള്ളൂ, ഇന്ന് കാലത്ത് വരെ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കാത്തിരുന്നു ഭഗവാൻ വന്ന് വിളിക്കുമ്പോൾ പോവാം, അല്ലാതെ ഞാനായിട്ടൊന്നും പോവില്ല എന്ന് പറഞ്ഞാൽ കൃത്യം 60 കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ വിളി വന്നു. എന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ അനിയത്തിക്ക് പടിപൂജയ്ക്ക് പെട്ടെന്നൊരു ഡേറ്റ് കിട്ടുകയാണ്. അതൊരു മഹാ അത്ഭുതം തന്നെ. പെട്ടെന്നൊരു ഡേറ്റ് ശബരിമലയിൽ നിന്ന് വിളിച്ച് പറയുകയാണ്, ചെറിയമ്മ പറയുകയാണ് നീയും കൂടെ വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും എനിക്ക് മുട്ടുവേനയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ പോയി ഡോലിയിലാണ് കയറിയത്. എൻ്റെ ശാരീരികമായ പരിമിതികൾ കാരണം അവിടെ പടിപൂജ കണ്ടു. 18ാം പടി കയറി ഭഗവാനെ ദർശിച്ചു. കണ്ണിൽ നിന്ന് സായുജ്യത്തിൻ്റെ ധാരധാരയായിട്ട് ഒഴുകി. തന്ത്രി രാജീവരെ ചെന്ന് കണ്ട് നമസ്കരിച്ചു. അങ്ങനെ അവിടെ തൊഴുത സായുജ്യമായിട്ട് ഞാൻ മടങ്ങി. പിന്നെ പോകണമെന്ന് എനിക്ക് ഒരിക്കലും വാശി തോന്നിയിട്ടില്ല. ഇനി ഭഗവാൻ വിളിക്കുകയാണെങ്കിൽ ഇനിയും ഞാൻ പോവും. അതാണ് എൻ്റെ മനസ്സിലെ വിശ്വാസം. ഈ വിശ്വാസമാണ് എല്ലാ സ്ത്രീകൾക്കും. ഞാൻ പറയുന്നത് മനസ്സിന് ശക്തിയുള്ള അല്ലെങ്കിൽ ആത്മധൈര്യമുള്ള ഏതൊരു സ്ത്രീക്കും ഈ ഒരു വിശ്വാസമാണ് ഉണ്ടാവേണ്ടത്. അല്ലാണ്ട് നമ്മൾ മുദ്രാവാക്യം മുഴക്കിയും സമരം ചെയ്തും വേഷം മാറിയും ഓരോ തന്ത്രങ്ങൾ പ്രയോഗിച്ചും ഒക്കെ അല്ല അവിടെ കയറേണ്ടത്. വിശ്വാസത്തോടുകൂടി ഭക്തിയോടുകൂടി ഇരിക്കുന്ന ഒരു സ്ത്രീയെ ഭഗവാൻ വിളിച്ചു കൊണ്ടുപോകും. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇവിടെ നമ്മൾ നിഷ്ഠയെക്കുറിച്ച് പറയുന്നു, ആചാരങ്ങളെക്കുറിച്ച് പറയുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നടൻ പറഞ്ഞ പോലെ ഈശ്വരനെ അറിയുവാനായിട്ട് അവനവൻ തന്നെ അന്വേഷിച്ച് വരണം. പക്ഷേ നമ്മുടെ ഒരു ജീവിത രീതി, കേരളത്തിൻ്റെ ഒരു ജീവിത രീതി വെച്ചിട്ട് നമ്മൾ ഓരോന്നും കണ്ടും കേട്ടുമാണ് പഠിക്കുന്നത്. അപ്പോൾ തുടക്കത്തിലെ ഒരു ചോദ്യം ഇതായിരുന്നു, നമ്മുടെ പുരാണങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങളെ തെറ്റായ രീതിയിലാണ് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ പുതിയ തലമുറയിലെ കുട്ടികളെന്നാൽ വ്യക്തമായ ചോദ്യങ്ങൾ ചോദിക്കാൻ കെൽപ്പുള്ളവരാണ്. പക്ഷേ അതിന് വ്യക്തമായ ഉത്തരങ്ങൾ നൽകാൻ കെൽപ്പുള്ളവരല്ല അവരെ വളർത്തിക്കൊണ്ടുവരുന്നവർ അല്ലെങ്കിൽ അവർക്ക് ചുറ്റുമുള്ളവർ. അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് തീർച്ചയായിട്ടുമുണ്ട്. അത് എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്, അതിനെ മനസ്സിലാക്കുന്നത്? കുട്ടികൾക്ക് വളരാൻ നമ്മുടെ അറിവ് വളരെ കുറവാണെങ്കിൽ അവരെ പുസ്തകങ്ങൾ ഇതുപോലുള്ള വളരെ മഹാന്മാരായ വ്യക്തികൾ രചിച്ചിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ ഇവിടെയുണ്ട്. അത് കുട്ടികളെ ഏൽപ്പിക്കുക, അവർ വായിച്ചു വളരട്ടെ. നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അറിവില്ല. അതുകൊണ്ട് തന്നെ അറിവുള്ളവർ എഴുതിയ പുസ്തകങ്ങൾ വായിച്ച് കുട്ടികൾ പഠിച്ച് മനസ്സിലാക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അയ്യപ്പ ശരണം. യഥാർത്ഥ ജ്ഞാനത്തിൽ നിന്ന് വിട്ട് നമ്മൾ മറ്റുള്ള എന്തെങ്കിലും വിശ്വാസങ്ങൾ, കഥകൾ, ഐതിഹ്യ കഥകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് യഥാർത്ഥ സങ്കല്പത്തിൽ നിന്ന് മാറിപ്പോകുന്നൊരവസ്ഥ, അത്തരം അവസ്ഥകൾക്കെല്ലാം ഇത്തരമൊരു ബദൽ സംവിധാനം പരിഹാരമാകുമോ? അല്ലെങ്കിൽ ഇപ്പോൾ ഈ തന്ത്രിക്ക് പരമാധികാരം നൽകുന്നതിനെക്കുറിച്ചും ഒക്കെ നമ്മൾ പറയുമ്പോഴും ക്ഷേത്രത്തിന് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്ന, ക്ഷേത്ര ആചാരങ്ങൾക്ക്, നമ്മുടെ ദേവാലയങ്ങൾക്ക് രാഷ്ട്രീയങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ബദൽ സംവിധാനം ഉണ്ടാകേണ്ടത് ആവശ്യമല്ലേ? മൊജിദ തുടക്കത്തിൽ ചോദിച്ച 2-3 പേരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇത് നമ്മൾ പഠിച്ച് നമ്മളെങ്ങനെ ഉൾക്കൊള്ളണം, അതിനുള്ള സംവിധാനത്തെക്കുറിച്ച്. ശരിക്ക് 10ാം മണ്ഡലത്തിലെ ഋഗ്വേദത്തിൽ നല്ല ഒരു എക്സാമ്പിൾ സഹിതം കൊടുക്കുന്നൊരു വേദമന്ത്രമുണ്ട്.
കിം സ്വേദ്വനം കൗസ വൃക്ഷ ആസീത് കഥമിത്സ്വിത് കഥാസീത് ശിക്ഷാ സഖിഭ്യ ഹവിഷി സ്വധാവ സ്വയം യജസ്വധന്വം വൃധാന. ഓരോ വ്യക്തിയും ചെയ്യേണ്ടതിനെ കുറിച്ചിട്ടാണ് ഇത് പറയുന്നത്. ആ വനം കാണുന്നില്ലേ മകനെ എന്ന് ശിഷ്യനോട് ചോദിക്കാം. ആ വനം എങ്ങനെയുണ്ടായി? ആ വനം ഉണ്ടാകുന്നതിന് മുമ്പ് ആ പ്രദേശം എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പോൾ അതെങ്ങനെയുണ്ട്? ഇനി കുറേ കാലം കഴിഞ്ഞാൽ ആ പ്രദേശം എങ്ങനെയായിത്തീരും? ഇത് ശിക്ഷാ സഖിഭ്യ ഹവിഷി സ്വധാവ. ഇത് നീ ലിസണിങ്, വാച്ചിങ്, ഡിസ്കസിങ്, തിങ്കിങ്ങിലൂടെ നീ ചോദ്യം ചെയ്ത് ചോദിച്ച് സഹപ്രവർത്തകരുമായി പഠിച്ച് എന്നിട്ട് സ്വയം യജസ്വ, ആ കിട്ടിയ അറിവുകൾ നല്ല രീതിയിൽ സാധന ചെയ്ത് ധന്വം വൃതാന, നീ ഉയരണം, നീ സ്വയം ഉയരണം. കൺക്ലൂഷൻ നിൻ്റേതാണ്. ലിസണിങ് മെനിയോ നമ്മൾ പറയാറുണ്ട്, കീപ്പ് യുവർ ഇയേഴ്സ് ഓപ്പൺ ഫോർ ലിസണിങ് ഗുഡ് ആൻഡ് ബാഡ്, കീപ്പ് യുവർ ഐസ് ഓപ്പൺ ടു വാച്ച് ഗുഡ് ആൻഡ് ബാഡ്, കീപ്പ് യുവർ മൈൻഡ് ഓപ്പൺ ടു ടേക്ക് ഓൺലി ദ ഗുഡ്. ആ രീതിയിൽ നന്മകൾ സ്വീകരിച്ച് സ്വയം സാധന ചെയ്ത് വളരുക. നീ എവിടം വരെ വളരണം? വിശ്വതശ്ചക്ഷുരുത വിശ്വതോ മുഖോ വിശ്വതോ ബാഹുരുത വിശ്വതസ്പാദ് തം ബാഹുഭ്യാം നമാതി സമ്പദത്രൈഹി ദ്യാവാ പൃഥിവി ജനയൻ ദേവ ഏക. ഈ ലോകം മുഴുവനും കണ്ണുപയോഗിച്ച് അന്വേഷിക്കുക, നിൻ്റെ വാക്കുകൾ ഉപയോഗിച്ചിട്ട് നീ അന്വേഷിക്കുക, നിൻ്റെ ഹസ്തങ്ങൾ ഉപയോഗിച്ചിട്ട് നീ പരീക്ഷണം നടത്തുക, കാലുപയോഗിച്ച് നടന്നു പോവുക. അവസാനം നീ ഒരു പോയിന്റിലെത്തും. ഈ ഭൂമി ഉൾപ്പെടെയുള്ള പ്രപഞ്ച ചൈതന്യങ്ങളെ മുഴുവനും സൃഷ്ടിച്ച ചൈതന്യം ഒന്നാണ്, അത് എന്നിലും നിന്നിലും എല്ലാവരിലും ഉണ്ടെന്ന് എന്ന് നീ തിരിച്ചറിയുന്നോ അന്ന് നീ പഠിക്കാൻ ആരംഭിച്ചു. അപ്പോൾ ആ ചൈതന്യത്തെ ബാഹുഭ്യാം നമതി, കൈകൾ രണ്ടും കൂപ്പിയിട്ട് നമിക്കുക, എന്നിട്ട് വളരുക. അപ്പോൾ യഥാർത്ഥത്തിൽ എല്ലാ വ്യക്തിക്കും വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, സമയപരിമിതി ഉണ്ടെന്നറിയാം, ഈ മാല വിൽക്കുന്ന ആളോട് ആ പുഷ്പത്തെക്കുറിച്ച് ചോദിച്ചാൽ തരുന്ന ഉത്തരമല്ല ആ പൂവ് പൂജാരിയുടെ കൈ കൊടുത്താൽ പറയുന്ന ആ പൂവിനോട് പൂജാരിക്ക്, 20 വയസ്സായിട്ടുള്ളൊരു പെൺകുട്ടിക്ക്, ഒരു ബോട്ടണി പ്രൊഫസർക്ക്, ഒരു കെമിസ്ട്രി പ്രൊഫസർക്ക്, ഒരു പൂക്കച്ചവടക്കാരന്, ഒരു റീത്ത് ഉണ്ടാക്കുന്ന ആൾക്ക് ഒരേ പൂവിനെക്കുറിച്ചുള്ള അഭിപ്രായം ഒന്നാവില്ല. വളരെ വൈവിധ്യമാർന്നതായിരിക്കും. അത് അവനവൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉപയോഗിച്ച് വരണം. ഇതാണ് നീ പഠിക്കേണ്ടത്. ഇതേ പഠിക്കാവൂ എന്ന് പറയുന്നത് സൺഡേ സ്കൂളും മദ്രസയും. അതല്ല, ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ലിസണിങ്, ഭദ്രം കർണേഭി ശൃണുയാമദേവ, അർത്ഥം അറിയാവുന്ന എല്ലാവർക്കും അത് കേട്ടും കണ്ടും പഠിച്ച് അവനവൻ്റേതായിട്ടുള്ളൊരു തല ഉണ്ടാക്കി പോവുക. ഓവർ ഡോസ് ആത്മീയതയും വേണ്ട, ഓവർ ഡോസ് ഭൗതികതയും വേണ്ട, രണ്ടിൻ്റെയും മീഡിൽ. സ്പിരിച്വാലിറ്റി ഷുഡ് നോട്ട് ബിക്കം എ ഡിസീസ്, ഓഫറിങ് ടു ദ ഗോഡ് ഷുഡ് നോട്ട് ബിക്കം ദ സിംറ്റം ഓഫ് ഡിസീസ്. ആത്മീയത രോഗമാവരുത്, വഴിപാടുകൾ രോഗലക്ഷണങ്ങളുമാകാത്ത വിധത്തിൽ ഇങ്ങനെ ചോദ്യം ചെയ്ത് കൺസ്ട്രക്റ്റീവായിട്ട് പഠിച്ച് അവനവൻ്റെ ഒരു മണ്ഡലം ഉണ്ടാക്കി നല്ല രീതിയിൽ. ഇപ്പോൾ സാർ ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞത് എന്താ? ഒരു അധ്യായം എഴുതാനുണ്ട്. സത്യത്തിൽ എന്ത് ഭംഗിയായിട്ടാണ് വിവരിച്ചത്. ഉള്ളിൽ നിന്ന് ഉത്തരം കണ്ടെത്തണം, അപ്പോഴാണ് നമുക്ക് ശരിക്കും ഇതിൻ്റെയൊക്കെ ഉത്തരം കിട്ടുക. പക്ഷെ ഒരു കാര്യം പറഞ്ഞാൽ ശരിയാണ്, പഠിപ്പിക്കാൻ ആളില്ല, പഠിക്കാൻ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. അപ്പോഴാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്, മത്സ്യ കൂർമ്മ വരാഹശ്ച നരസിംഹോദ വാമന പരശുരാമ ശ്രീരാമ ബലരാമ ശ്രീകൃഷ്ണ കൽക്കി സോഷ്യൽ മീഡിയ ഇത് ഏകാദശ. 11ാമത്തെ അവതാരമാണ് സോഷ്യൽ മീഡിയ. അത് ഉപയോഗിച്ചുകൊണ്ട് അടിച്ച് കലക്കി പഠിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിച്ചാൽ ഇന്ന് കേരളത്തിൽ നല്ല മാറ്റമുണ്ട്, അസാധാരണമായ മാറ്റമുണ്ടെന്ന് അനുഭവിച്ചറിയാൻ സാധിക്കുന്ന രീതിയിൽ പലരുടെയും വീക്ഷണങ്ങൾ എടുത്ത് ഇതുപോലെയുള്ള പരിപാടികളിൽ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല നല്ല അഭിപ്രായങ്ങൾ കൊടുത്ത് ആൾക്കാരെടുക്കാൻ തയ്യാറാണ്. ഇപ്പോൾ അറിവ് കൊടുക്കുക, എങ്ങനെ അവർ യൂട്ടിലൈസ് ചെയ്യണമെന്ന് അവർ തീരുമാനിക്കട്ടെ. എന്തായാലും കേരളത്തിൽ മാറ്റം ഉണ്ടാവും. ഞാൻ വളരെ ഒപ്റ്റിമിസ്റ്റിക്കാണ്. അതൊരു ശുഭാപ്തി വിശ്വാസം തന്നെ നമ്മിലേക്ക് നൽകും. യഥാർത്ഥ ബോധത്തോടു കൂടി, ധർമ്മബോധത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള മനസ്സിനെ തയ്യാറാക്കി വെക്കുക. അത് മാത്രം ചെയ്താൽ നമുക്ക് മുന്നിൽ വഴി തെളിഞ്ഞു വരും. കാരണം ഭാരതം സഞ്ചരിച്ച വഴികൾ അങ്ങനെയാണ്. എല്ലായിടത്തും പ്രകാശമാണ്. പ്രകാശിക്കുന്നതിനെയെല്ലാം ആഗിരണം ചെയ്യുവാൻ, ആ പ്രകാശത്തെ തിരുനെറ്റിയിലേക്ക് കൊണ്ടുവന്ന് മകരജ്യോതിയാക്കുവാൻ പ്രാപ്തിയുള്ളവരാണ് ഭാരതീയർ.